ഹലോ, ഓഡിയബിൾ ആണോ? ഓഡിബിൾ ആണ്. യെസ്. അപ്പൊ നമ്മള് സെഷൻസുകൾ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ബിഫോർ സ്റ്റാർട്ടിങ്, ഹായ്, വെൽക്കം ടു ഐ ജി എജു ക്യാമ്പസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇല്ലാത്ത കുറച്ച് കുട്ടികളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്ലാസ്സിനും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും എല്ലാവരും ഒന്നുകൂടെ ഒരു ജസ്റ്റ് ഒരു ഹോണസ്റ്റ് വെൽക്കം ചെയ്യുന്നു. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് ഇൻഡക്ഷൻ പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ബിഫോർ സ്റ്റാർട്ടിങ് ഒന്ന് രണ്ട് ചെറിയൊരു കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നേരെ ക്ലാസ്സുകളിലേക്ക് കിടക്കാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു ഓവർവ്യൂ ഉണ്ടാവുക, അതുപോലെ തന്നെ കോച്ചിങ്ങിൽ എന്തൊക്കെ ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും, എങ്ങനെയാണ് ഓരോ ആക്ടിവിറ്റീസുകൾ നടക്കുക എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ തന്നിട്ട് നേരെ ക്ലാസ്സുകളിലേക്ക് ഇത് കിടക്കാന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്ലാസ്സുകളുടെയും അതുപോലെ തന്നെ സെപ്റ്റംബർ മന്തിന്റെ സ്റ്റഡി പ്ലാൻ. നമ്മൾ സ്റ്റഡി പ്ലാൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് സെപ്റ്റംബർ മന്തിന്റെ. ഇത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ നമ്മളൊരു പ്രീ അസസ്മെന്റ് ടെസ്റ്റ് അവിടെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം കുറച്ച് രാജഗിരി അതുപോലെ തന്നെ ഒന്ന് രണ്ട് കോളേജുകളിലെ കുട്ടികൾക്ക് ഇന്റേണൽ എക്സാംസ്, അതുപോലെ തന്നെ കുറച്ച് കോളേജിലെ കുട്ടികൾ IVയും പോയത് കൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രീ അസസ്മെന്റ് ടെസ്റ്റ് ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചത്. കാരണം അത് നമുക്ക് എല്ലാ കുട്ടികളും അറ്റ് എ ടൈം ഉണ്ടാവുന്ന ദിവസം നമ്മൾ നടത്തുന്നുണ്ടാവും. അത് ഉടനെ നിങ്ങൾക്ക് ഒരു സ്കെഡ്യൂൾസുകൾ മുൻകൂട്ടി അയച്ചു തരുന്നുണ്ടാവും എപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യാന്നുള്ളത്. കാരണം നമുക്കത് നിങ്ങൾ ഈ 4 സെമ്മ് പഠിച്ചതിലെ ടോപ്പിക്സുകൾ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ടെസ്റ്റ് ആയിരിക്കും. ഒരു 30 അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസുകൾ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ടെസ്റ്റ് ആണ് നമ്മൾ അത് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇതുവരെയുള്ള ടോപ്പിക്സുകൾ എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ ഓരോ ഏരിയാസുകളിൽ നിന്നുള്ള കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വെച്ചിട്ടുള്ള ഓരോ ഏരിയാസുകളുടെ ഡെപ്ത് നോളജ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും പ്രീ അസസ്മെന്റ് ടെസ്റ്റ്. അത് നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ബാക്ക് ടു ക്ലാസ്സുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അത് മുൻകൂട്ടി നിങ്ങൾ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. അത് പ്രോബബ്ലി ഒരു സൺഡേ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടെസ്റ്റ് മാത്രമാണ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ആക്ടിവിറ്റീസുകളും അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും, നടക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ഇന്ന് 4-ാം തീയതിയാണ് നമ്മുടെ സെഷൻ 1 പാർട്ട് 1ന്റെ സൈക്കോളജി സോഷ്യൽ സൈക്കോളജിയുടെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ചെറിയൊരു ബ്രീഫിംഗിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ലൈവ് ക്ലാസ്സുകളാണ് ഉണ്ടാവുക. നമ്മൾ ഈ ലൈവ് ക്ലാസ്സുകൾ തന്നെ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അതിന് പ്രധാന കാരണം നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനായിട്ട് ഇന്ററാക്ട് ചെയ്യാം ഒന്ന്. അതുപോലെ തന്നെ നിങ്ങളെ ഡൗട്ട്സുകൾ ആരും ഉള്ളിൽ വെക്കണ്ട. നിങ്ങൾ മാക്സിമം നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ഫാക്കൽറ്റീസിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് നല്ലത്. കാരണം അത്രയും പീന് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു ആൾക്കാർ, കാരണം നമ്മൾ ആരും നിങ്ങളുടെ ഡയറക്റ്റ് കാണുന്നില്ല, നിങ്ങളുടെ ഫേസ് കാണുന്നില്ല, എല്ലാവരും ക്യാമറയുടെ പുറത്താണുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഫേസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ആരും ക്യാമറ ഓൺ ആക്കാത്ത പക്ഷം തന്നെ നമുക്ക് എന്താവുന്നില്ല, നിങ്ങളെ കൃത്യമായിട്ട് നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ചാറ്റ് ബോക്സ് അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ഫാക്കൽറ്റീസിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അത് തീർച്ചയായിട്ടും അവരുടെ അടുത്ത് പറയാം. അവർ കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എന്ത് ചെയ്തു നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. കാരണം ഇത് നിങ്ങൾ പല ഭാഗത്തും നിങ്ങൾ പഠിച്ച ഏരിയാസുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ചില നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സിലബസ് ആയതുകൊണ്ട് തന്നെ ചില ഏരിയാസുകൾ ഡെപ്തിൽ പോകുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ഏരിയാസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കോച്ചിങ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് തന്നെ പോവുക. ക്ലിയർ ആക്കി തന്നെ നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവും. അത് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഒന്ന് നമ്മൾ ഓൾറെഡി അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു, ആയിഷ തൻസീറ. അതുപോലെ തന്നെ ഒരു ഫാത്തിമ മാം ഉണ്ട്, ഒരു ഹിന്ദു മാം ഉണ്ട്. ഇവരൊക്കെ നമ്മൾ വഴിയെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓരോ ക്ലാസ്സുകൾക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇന്ന് സോഷ്യൽ സൈക്കോളജി ഹാൻഡിൽ ചെയ്യുന്നത് ആയിഷ മാം ആണ്. അവരാണ് നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്ററും കൂടി. അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും അസിസ്റ്റ് ചെയ്യാൻ ആയിഷ മാം ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആളുടെ എല്ലാ പൊട്ടൻഷ്യലും നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. നിങ്ങളത് ചോദിച്ച് എടുക്കുക. ദെൻ നമ്മൾ ഓരോ ലൈവ് ക്ലാസ്സുകൾക്ക് ശേഷം ആ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വരിക ഈ ക്ലാസ്സുകളൊക്കെ, അതുപോലെ തന്നെ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ നമുക്ക് വരിക നമ്മുടെ ആപ്പ് പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോമുകളിലേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ വരുന്ന ആക്ടിവിറ്റീസുകൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക,
അപ്ലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും വരും. അത് ഉടനെ അടുത്ത ദിവസങ്ങളിലേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അയക്കുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ആപ്പ് അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഈ വീക്കോട് കൂടെ തന്നെ, അല്ലെങ്കിൽ ഈ വീക്ക് അവസാനത്തോടു കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ എന്ത് ചെയ്ത് തരും, നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന അഡ്മിഷൻ ഫോമിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്കും നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ അയച്ചു തരും. അത് ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മുടെ കോഴ്സിന്റെ കംപ്ലീറ്റ് ആക്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിലാണ് നമ്മുടെ ക്ലാസ്സുകൾ, ഈ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസുകൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസ് ബേസ് ആയിട്ടുള്ള നോട്ട്സുകൾ ഉണ്ട്. അത് കൂടാതെ വേറെ രീതിയിലുള്ള ഷോർട്ട് നോട്ട്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ ആ രീതിയിലാണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ ഓരോ സെക്ഷന്റെ ക്ലാസ്, അത് കഴിഞ്ഞിട്ടുള്ള ഡെയിലി ടെസ്റ്റ്, അപ്പൊ ഈ പെർട്ടിക്കുലർ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അതൊരു 5-10 ക്വസ്റ്റ്യൻസുകളൊക്കെ അടങ്ങുന്ന ഒരു ടെസ്റ്റുകളാണ് ഉണ്ടാവുക. അപ്പൊ അത് ഡെയിലി അറ്റൻഡ് ചെയ്ത് തന്നെ പോവുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ ഏരിയാസുകൾ കവർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്കെഡ്യൂൾസുകൾ വരുന്നത്. ഈ സ്കെഡ്യൂൾസ് ഒന്നും കൂടി നമ്മൾ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഇടുന്നുണ്ടാവും. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഈ സെമസ്റ്ററിലെ 5th സെമ്മിലെ പല യൂണിവേഴ്സിറ്റികളിലും 5th സെമ്മിലെ പേപ്പേഴ്സുകളാണ് സോഷ്യൽ സൈക്കോളജി, ഡെവലപ്മെന്റ് സൈക്കോളജി, അതുപോലെ തന്നെ അബ്നോർമൽ സൈക്കോളജി. ചില യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് അടുത്തൊരു സെമ്മിലേക്ക് അബ്നോർമൽ സൈക്കോളജി പോകുന്നുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അബ്നോർമൽ സൈക്കോളജി 5th സെമ്മിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ സെമസ്റ്റർ എക്സാംസിനും യൂട്ടിലൈസ് ചെയ്യുന്ന രൂപത്തിലേക്കാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പൊ ഞാൻ എന്തായാലും കൂടുതൽ പറയുന്നില്ല, ഇനി ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഹലോ മാം. ഹലോ. യെസ്, ഓഡിബിൾ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മാമിനെ കുറിച്ച് വീണ്ടും കൂടുതലായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ മാം തന്നെ നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ എന്ന് പറയണം. യെസ്, കാണാം. ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി. ഓക്കെ. യെസ്, ഓക്കെ ആണ് മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്, സ്റ്റാർട്ട് ചെയ്തോളൂ. സോ ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ ക്ലാസ്സിലോട്ട് പോവാണല്ലേ. നമ്മുടെ ബ്രിഡ്ജ് കോഴ്സും അതുപോലെ കുറെ നിങ്ങളെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. നമ്മളിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും നിങ്ങൾ സെറ്റായിട്ട് റെഡി ആയിട്ട് വരണമെന്ന്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കണോ? ആണോ? ബുക്കും പെന്നെങ്കിലും ഉണ്ടോ മക്കളെ കയ്യില്? അല്ലെങ്കിൽ ഓടിപ്പോയി ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് വായോ കേട്ടോ. വെറുതെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കണ്ട. സോ ഞാൻ മുമ്പ് ക്ലാസ്സിൽ ഇല്ലാത്തവരോട് ഞാൻ പറയാം, മൈഷ തൻസീറ. കറന്റ്ലി ഞാൻ അൽഷിഫ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ദെൻ സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് മൂവ് ചെയ്യാം. സോ നമ്മള് സോഷ്യൽ സൈക്കോളജി ആണ് അല്ലേ എടുക്കുന്നത്. എനിക്കൊരു റേഡിയോ പോലെ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ നോട്ട് ഇൻട്രസ്റ്റ്. സോ ഫുള്ളി നിങ്ങളടുത്ത് നിന്ന് ഞാൻ നിങ്ങളെ പിഴിഞ്ഞെടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് സോഷ്യൽ സൈക്കോളജി നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്തേ. അക്കോർഡിംഗ് ടു നിങ്ങൾ എന്താണ് സോഷ്യൽ സൈക്കോളജി? എന്താണ് സോഷ്യൽ സൈക്കോളജി? ടെൽ മീ. പറഞ്ഞോളൂ, എന്തെങ്കിലുമൊക്കെ പറ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. നോ ഐഡിയ? ഇങ്ങനെ പോയാ പറ്റില്ല. നിങ്ങൾ പറ. ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും രക്ഷപ്പെടും. ആരാണ്? എല്ലാരും ഗൂഗിൾ ചെയ്യാൻ ഓടിയിട്ടുണ്ടാവും അല്ലേ? ആണോ? എനിക്ക് അറിയുന്ന പറഞ്ഞാ മതി. നമ്മൾ എന്തായാലും ഇത് എടുക്കാൻ പോവാണ്. നോ റെസ്പോൺസ്.
അബീന പറയൂ. ദിയ, അശ്വന്ത്, tell me. മാം, ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ ബിഹേവിയർ, ഫീലിങ്സ് ആൻഡ് തോട്ട്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഫീൽഡിനെയാണ് സോഷ്യൽ സൈക്കോളജി. വെരി ഗുഡ്. ഇത് അറിഞ്ഞിട്ടാണോ മിണ്ടാണ്ടിരിക്കണേ? വെരി ഗുഡ്. ഇങ്ങനെ തന്നെയാണ് ആൻസർ പറയേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ അടിപൊളി കുട്ടികളാണെന്ന് മനസ്സിലായി. ഇനി ഒരാളും കൂടെ പറയുമോ? ഗാഥ. ഒരാളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് നീങ്ങാം അല്ലെ. ദിയ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ദിയ, നമുക്ക് ഡെഫിനിഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് കാണാം. സോഷ്യൽ സൈക്കോളജി ഈസ് എ ഡിസിപ്ലിൻ that uses scientific methods in an attempt to understand and explain how the thought, feeling, and behavior of individuals are influenced by the actual, imagined, or implied presence of others. എന്താ പറഞ്ഞേ? സോഷ്യൽ സൈക്കോളജി ഈസ് എ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടുത്തെ ഡിസിപ്ലിൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അച്ചടക്കം എന്നുള്ളതാണോ? സോഷ്യൽ സൈക്കോളജി അച്ചടക്കത്തെ കുറിച്ചാണോ പഠിപ്പിക്കുന്നത്? ഫീൽഡിനെ പറ്റിയാണ്. യെസ്, ഇറ്റ് ഇസ് എ ഫീൽഡ് അല്ലെ. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡാണ്. ദാറ്റ് യൂസ്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ദാറ്റ് യൂസസ്, അത് ഉപയോഗിക്കുന്നു അല്ലെ. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതൊരു ഫീൽഡാണ്. അത് എന്താണ് ഉപയോഗിക്കുന്നത്? സയന്റിഫിക് മെത്തേഡ്സ് ആണ്. നമ്മൾ ചുമ്മാ അവിടെ ഇവിടെയും പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളല്ല എടുക്കുന്നത്. സയന്റിഫിക് മെത്തേഡ്സ് ആണ് കേട്ടോ. ഇൻ ആൻ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്, എന്തിനുള്ള ശ്രമത്തില്? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് എക്സ്പ്ലെയിൻ, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാൻ അല്ലെ, വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൗ, എങ്ങനെ, ദ തോട്ട്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ, ഒരാളുടെ ചിന്ത. ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ, ഒരാളുടെ സ്വഭാവം, ഒരാളുടെ ചിന്ത, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സ് ഒക്കെ, അതായത് ഓഫ് ഇൻഡിവിജ്വൽസ്, ഓരോ ഇൻഡിവിജ്വലിന്റെയും തോട്ടും ഫീലിങ്സും ബിഹേവിയറും ഒക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ the actual, imagined, or implied presence of others. ആക്ച്വൽ ആവാം, അല്ലെങ്കിൽ ഇമാജിൻഡ് ആവാം, അല്ലെങ്കിൽ ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രസൻസിൽ, അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രസൻസ് നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മുടെ തോട്ടിനെയും ഫീലിങ്ങിനെയും ബിഹേവിയറിനെയും മറ്റുള്ളവരുടെ പ്രസൻസ് നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് വിശദീകരിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഫീൽഡാണ് എന്ത്? സോഷ്യൽ സൈക്കോളജി. ഗോർഡൻ ആൽപോർട്ടിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. ചിലത് മനസ്സിലാവുണ്ടോ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഗോർഡൻ ആൽപോർട്ട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റുള്ളവരുടെ പ്രസൻസിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രസൻസ് നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മുടെ തോട്ട്സിനെയും നമ്മുടെ ഫീലിങ്സിനെയും നമ്മുടെ ബിഹേവിയറിനൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീൽഡാണ് സോഷ്യൽ സൈക്കോളജി അല്ലെ. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ഒരു അതർ എന്നുള്ളൊരു വേർഡ് ഉണ്ടായിരിക്കും. നമ്മൾ ഒറ്റയ്ക്കുള്ള നമ്മുടെ ചിന്തകളും നമ്മുടെ ഒറ്റയ്ക്കുള്ള ബിഹേവിയറും നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ ഉണ്ടാവുന്ന ഫീലിങ്സും ആണോ ഇവിടെ പഠിക്കുന്നത്? ഒരിക്കലല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ എങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുക. ക്ലിയർ? സോ നമുക്ക് തന്നെ അറിയാം, മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണെങ്കിലും ഒന്നും നല്ലതൊക്കെ ആയിരിക്കും. പിന്നെ ഫീലിങ്സും നമ്മുടെ തോട്ട്സും എല്ലാം മാറും അല്ലെ. നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വേറെ ആളുടെ പ്രസൻസിൽ ഒരിക്കലും നമ്മള് മേ ബി നമ്മുടെ ഉള്ളിലുള്ള നമ്മളായിരിക്കില്ല. ഒരു
ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? യെസ് മാം. ഓക്കെ, സോറി, എന്തോ ഒരു നെറ്റ് ഇഷ്യൂ വന്നതാണ് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഡെഫിനിഷൻ, ഗോർഡൻ ആൽപോർട്ടിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ആണ്, ഒരു ഫീൽഡാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും അല്ലെ, എങ്ങനെയാണ് നമ്മുടെ തോട്ട്സും ഫീലിങ്സും ബിഹേവിയറും ഒക്കെ മറ്റുള്ളവരുടെ പ്രസൻസിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഒരു ഇൻഡിവിജ്വലിനെ ഏത് രീതിയിലൊക്കെ എങ്ങനെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കുന്ന ഒരു ഫീൽഡാണ് സോഷ്യൽ സൈക്കോളജി. ക്ലിയർ ആണോ? നിങ്ങള് സോഷ്യൽ സൈക്കോളജി ഈസ് ദ ഡിസിപ്ലിൻ ദാറ്റ് യൂസസ് സയന്റിഫിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞ് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ? ദിസ് ഇസ് എ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് വരുമോ? ഒരിക്കലും വരില്ല. നിങ്ങൾക്ക് ആകെ ഡിസ്ക്രിപ്റ്റീവ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ എക്സാം ആയിരുന്നു. അതും ഇപ്പോൾ ഒബ്ജക്റ്റീവ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും ഇത് കാണാതെ പഠിക്കരുത്. ഒരിക്കലും നിങ്ങൾ ഇത് കാണാതെ പഠിക്കരുത്. ഓക്കെ, എന്താണ് ഗോർഡൻ ആൽപോർട്ട് പറയണേ എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സോ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാനൊക്കെ ഡിസ്ക്രിപ്റ്റീവ് പഠിക്കാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കാണാതെ പഠിക്കണം. അതുകൊണ്ട് എന്താ, എനിക്ക് എൻട്രൻസ് എക്സാം ഈസി ആയി. ഓക്കെ, മറ്റേ ഡിസ്ക്രിപ്റ്റീവ് ഉള്ള എക്സാമിനൊന്നും എനിക്ക് മാർക്ക് ഇല്ലെങ്കിലും ഒബ്ജക്റ്റീവിന്റെ എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടലുണ്ട്. സോ ആ രീതിയിൽ പഠിച്ചോട്ടോ. ഇനി ക്ലിയർ അല്ലേ? എല്ലാവരും യെസ് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് മൂവ് ചെയ്യാം. യെസ് മാം. ഓക്കെ, സോ നമ്മുടെ ഡെഫിനിഷൻ ബൈറന്റെ ഒരു ഡെഫിനിഷൻ ആണ്. സോഷ്യൽ സൈക്കോളജി ഈസ് എ സയന്റിഫിക് ഫീൽഡ് അല്ലെ. വീണ്ടും പറയുന്നു, സയന്റിഫിക് ഫീൽഡ്. ഗോർഡൻ ആൽപോർട്ട് പറഞ്ഞു സയന്റിഫിക് ഡിസിപ്ലിൻ എന്നുള്ളത്, ഇയാൾ പറഞ്ഞു സയന്റിഫിക് ഫീൽഡ് ദാറ്റ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ്. അത് എന്തിനാണ്? മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദ നേച്ചർ ആൻഡ് കോഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് തോട്ട് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. സെയിം കാര്യം തന്നെയാണ്. ആള് സെന്റൻസ് ഒന്ന് പാരാഫ്രൈസ് ചെയ്തു, അത്രേ ഉള്ളൂ അല്ലെ. ഗോർഡൻ ആൽപോർട്ട് ഏത് വർഷം നോക്കട്ടെ, 1985. അപ്പൊ അത് പാരാഫ്രൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ബാരൻ അല്ലെ. ബാരൻ അത് കോപ്പി അടിച്ച് പാരാഫ്രൈസ് ചെയ്തു, അത്രേ ഉള്ളൂ. സയന്റിഫിക് ഫീൽഡാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ ഒരു ബിഹേവിയർ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മുടെ സ്വഭാവവും നമ്മുടെ ചിന്തകളുടെ ഒക്കെ നേച്ചറും അതിന്റെ കാരണവും അതിന്റെ നേച്ചറും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സയന്റിഫിക് ഫീൽഡാണ് സോഷ്യൽ സൈക്കോളജി. ക്ലിയർ അല്ലേ? സോഷ്യൽ സൈക്കോളജി ഇസ് എ സയന്റിഫിക് ഫീൽഡ് ദാറ്റ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ്. അതാ മനസ്സിലാക്കുന്നു ദി നേച്ചർ ആൻഡ് കോസ്. നേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്വഭാവം അല്ലെ, ആ ഒരു ഇതിന്റെ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് കോസ്, കാരണങ്ങൾ ഓഫ് ഇൻഡിവിജ്വൽ, ഒരു മനുഷ്യന്റെ ബിഹേവിയർ ആൻഡ് തോട്ട്സ് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഒരു മനുഷ്യന്റെ, ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിലും തോട്ടിന്റെയും നേച്ചറും അതിന്റെ കോസും ഒക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സയന്റിഫിക് ഫീൽഡാണ് സോഷ്യൽ സൈക്കോളജി. ക്ലിയർ അല്ലേ? മറ്റേതൊന്ന് ജസ്റ്റ് പാരാഫ്രൈസ് ചെയ്തേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇതിലില്ല. സോഷ്യൽ സൈക്കോളജി ഇസ് എ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ് ഇന്ററാക്ട്. വേറൊരു ഡെഫിനിഷൻ ആണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ്, ഒരു പഠനമാണ് അല്ലെ, ഓഫ് ഹൗ പീപ്പിൾ എങ്ങനെയാണ് ആൻഡ് ഗ്രൂപ്പ് ഇന്ററാക്ട്, എങ്ങനെയാണ് അവർ ഇന്ററാക്ട് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പഠിക്കുന്ന ഒരു മേഖലയാണ് സോഷ്യൽ സൈക്കോളജി. ഇനി ആർക്കെങ്കിലും സോഷ്യൽ സൈക്കോളജിയെ കുറിച്ച് ഇതുണ്ടോ, ഡൗട്ട് ഉണ്ടോ? ഇതിലിപ്പോ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, ഒന്നും പഠിക്കാനില്ല. ഇതിലിപ്പോ നിങ്ങളിപ്പോ നമുക്ക് നോക്കി നോക്കാം. ഇതിലിപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ തന്നെ എന്തേ വരുള്ളൂ, മേ ബി ഡെഫിനിഷൻ തന്നിട്ട് ഇതാരാ കണ്ടുപിടിച്ചെന്ന് വരും, അത്ര വരാൻ ചാൻസ് ഉള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഗോർഡൻ ആൽപോർട്ടിന്റെ ഡെഫിനിഷൻ ഏതാ പറഞ്ഞിട്ട് കുറച്ച് ഡെഫിനിഷൻസ് തരും. പക്ഷെ അത് കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ്. ഓപ്ഷൻസിൽ ഡെഫിനിഷൻസ് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. സോ ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആരാണ് ഇത് പറഞ്ഞത് എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് വരിക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഓരോ ലൈനും വായിക്കുമ്പോൾ ഇതൊന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഏതാ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ഓക്കെ, രണ്ടാമത്തെ ഇത് നോക്കി നോക്കൂ. സോഷ്യൽ സൈക്കോളജി ഇസ് എ സയന്റിഫിക് ഫീൽഡ് ദാറ്റ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ആൻഡ് കോസ്. അപ്പൊ നേച്ചറും കോസും ഒക്കെ വേർഡ് ഉള്ള ഒരു സാധനമാണ്, അല്ലെങ്കിൽ നേച്ചർ ആൻഡ് കോസിനൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആരാന്ന് ചോദിക്കാൻ നമുക്ക് ബാരൻ ആൻഡ് ബൈറൻ എന്ന് പറയാം. ഓക്കെ, സോഷ്യൽ സൈക്കോളജി അപ്പൊ അത്രേ ഉള്ളൂ. ആൾക്കാരെ കുറിച്ചിട്ട് ഒരു ഇൻഡിവിജ്വൽ സോഷ്യൽ സെറ്റിങ്ങിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറും തോട്ടും എങ്ങനെയാ, അല്ലെങ്കിൽ എന്താണ് കാരണം, ഇതിന്റെ നേച്ചർ എന്താ, ഓക്കെ, അതൊക്കെ പഠിക്കുന്ന ഒരു
മേഖലയാണ് സോഷ്യൽ സൈക്കോളജി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, യെസ്. ma'am. നോ എല്ലാവർക്കും? Yes, ma'am. ആരെങ്കിലും ഒരു നോ പറയൂ. ആർക്കെങ്കിലും നോ? യെസ്. ഓക്കെ. അത്രേ ഉള്ളൂ കേട്ടോ. അതിലൊന്നും കാര്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. അതുകൊണ്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നിട്ട് പോകുന്നത്. Then വീണ്ടും social psychology seeks to understand the cause of social behavior and thought and to understand the environmental factors involved. അല്ലെ? അതും കൂടെ ഉണ്ട്. സോഷ്യൽ സൈക്കോളജിയിൽ ഒരാൾ ഇങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് അയാളിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളതും കൂടെ നമ്മൾ നോക്കൂലേ. ഒരാൾ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുകയാണ്, ഭയങ്കര അഗ്രഷൻ കാണിക്കുകയാണെങ്കിൽ ഓക്കെ, മേ ബി അയാളുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്താണ്, ഈ അഗ്രഷന്റെ ബാക്കിൽ അയാൾക്ക് എന്തെങ്കിലും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോ അഗ്രഷന്റെ എൻവയോൺമെന്റൽ ഫാക്ടർ പറഞ്ഞു, അതൊന്ന് പറഞ്ഞു നോക്കട്ടെ. എന്തായിരിക്കാം അഗ്രഷൻ കൂടാനുള്ള ഒരു എൻവയോൺമെന്റൽ ഫാക്ടർ? ഏതാ? ബയോളജിക്കൽ ആയിട്ടുള്ളതും കൾച്ചറൽ ആയിട്ടുള്ളതൊക്കെ വേറെ ഉണ്ട്. എൻവയോൺമെന്റൽ ഫാക്ടർ എന്താവാം? എന്തൊക്കെ ആവാം? ഒരാൾ ഭയങ്കര അഗ്രസീവ് ആവുമ്പോൾ ആസ് എ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്, എന്തെങ്കിലും ഒരു എൻവയോൺമെന്റൽ ഫാക്ടർ ഉണ്ടാവാം. പറയൂ. എന്തെങ്കിലും ഒരു എൻവയോൺമെന്റൽ എന്താണ്? സ്ട്രെസ് ആണോ? സ്ട്രെസ് ആണോ ഉദ്ദേശിച്ചത് അശ്വന്ത്? സ്ട്രെസ്സിന് നമുക്ക് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് അല്ലേ. അതിന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു മെന്റൽ ഫാക്ടർ ആക്കി എടുക്കാം. എൻവയോൺമെന്റ് കാരണം എന്താവുന്നത് ഒന്നുകൂടെ ചിന്തിച്ചു നോക്കൂ. Crowd. മീഡിയ. ഓക്കെ, മീഡിയ ഒരു റീസൺ ആണ്. ദെൻ ടെമ്പറേച്ചർ. യെസ്, വെരി ഗുഡ്. ടെമ്പറേച്ചർ വേണമെങ്കിൽ നമുക്ക് എൻവയോൺമെന്റൽ ഫാക്ടർ ആയിട്ട് എടുക്കാം. ഇനി സ്ട്രെസ്സറും പറയാം കേട്ടോ. സ്ട്രെസ്സറും ആക്ച്വലി പറയാം. പുറത്തുള്ള ഒരു സ്ട്രെസ്സറിന് നമ്മള് അതും ഒരു എന്താ പറയാ, എൻവയോൺമെന്റൽ ഫാക്ടർ തന്നെയാണ്. പക്ഷെ ആ ഒരു സ്ട്രെസ്സർ കാരണം നമ്മള് ഉള്ളിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് അഗ്രഷനിലേക്ക് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്റേണൽ ഫാക്ടർ ആയിട്ടാണ് വരിക കേട്ടോ. സ്ട്രെസ്സർ എൻവയോൺമെന്റൽ ഫാക്ടർ ആണ്. സ്ട്രെസ്സർ മൂലം ഉണ്ടാവുന്ന സ്ട്രെസ് ഇന്റേണൽ ഫാക്ടർ ആണ്. ആ സ്ട്രെസ് കാരണമാണ് നമുക്ക് അഗ്രഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഇന്റേണൽ ഫാക്ടർ ആവും. ക്ലിയർ? ഞാൻ കൂടുതൽ ഡൗട്ട് ആക്കുന്നില്ല. സോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ അഗ്രഷൻ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെ. സോ അതൊരു എൻവയോൺമെന്റൽ ഫാക്ടർ ആണ്. ഇനി ടെമ്പറേച്ചർ പോലെ തന്നെ നമുക്ക് വേറെയും ഭയങ്കര വൃത്തികെട്ട ഒരു കാലാവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അതും മേ ബി മൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ അഗ്രഷനെ ബാധിക്കാം. പിന്നെ മീഡിയക്കും നല്ലൊരു ഇതുണ്ട് അല്ലെ. നമ്മൾ മീഡിയയിൽ കുറെ കാര്യങ്ങൾ നമ്മളെ അഗ്രഷൻ, വയലന്റ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ അഗ്രഷനിലേക്ക് ബാധിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള, പിന്നെ അതുപോലെ അശ്വന്ത് പറഞ്ഞ പോലെ സ്ട്രെസ്സറുകൾ ഉണ്ടെങ്കിൽ, ഒരുപാട് സ്ട്രെസ്സറുകൾ നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടെങ്കിൽ അതുകൾ നമ്മളെ ബാധിക്കാം. സോ ഇതൊക്കെ ഇൻവോൾവ്ഡ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും കൂടെയാണ് സോഷ്യൽ സൈക്കോളജി. ദെൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ബയോളജിക്കൽ ഓർ എവല്യൂഷണറി ഫാക്ടേഴ്സ്. ഇതിലിപ്പോ എന്താ ബയോളജിക്കൽ ഓർ എവല്യൂഷണറി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോർമോൺസ്, നമ്മുടെ ജീൻസ്, ഇതൊക്കെ എന്താവാം, നമ്മുടെ അഗ്രഷനിലേക്ക് ലീഡ് ചെയ്യാം അല്ലെ. നമ്മുടെ പല ഹോർമോണുകളുടെ ഇംബാലൻസുകളും അല്ലെങ്കിൽ നമുക്ക് മേ ബി ജനറ്റിക്കലി വന്നിട്ടുള്ള ഒരു അഗ്രഷൻ ഉണ്ടായിരിക്കും. അതുമെല്ലാം ഇതില് ഫാക്ടർ ആണ് എന്നുള്ളതൊക്കെ പഠിക്കുന്നതും അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ഫീൽഡാണ് സോഷ്യൽ സൈക്കോളജി. ക്ലിയർ അല്ലേ? ഇതൊന്നും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇപ്പൊ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ തന്നെ എന്തേ വരുള്ളൂ, സ്ട്രെസ് എൻവയോൺമെന്റൽ ഫാക്ടർ ആയിട്ടുള്ളത് ഏതാണ് എന്നൊക്കെ. അത് പക്ഷെ അഗ്രഷന്റെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ സോഷ്യൽ സൈക്കോളജിന്റെ. സോ ദെൻ നമുക്ക് ഹിസ്റ്ററി ഓഫ് സൈക്കോളജിക്ക് മൂവ് ചെയ്താലോ. എക്സ്പോഷർ ടു സബ്സ്റ്റൻസ് അബ്യൂസ്, നോയ്സ്. വെരി ഗുഡ്. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, വെരി ഗുഡ് നിധാര, ഷെഹല, വെരി ഗുഡ്. ശരിയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് അഗ്രഷനിലേക്ക് ലീഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്നത്. സോ ദെൻ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ സൈക്കോളജി മൂവ് ചെയ്യാം. ആർ യു റെഡി ഗൈസ്? പറയൂ. Yes, ma'am.
ഓക്കെ, സോ നമുക്ക് ഹിസ്റ്ററി ഓഫ് സൈക്കോളജിയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഹിസ്റ്ററി ഓഫ് സൈക്കോളജിയിൽ ബിഫോർ 1900 അല്ലെ, 1900 മുമ്പ് സൈക്കോളജിയിൽ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നത് ആരൊക്കെയാണെന്നുള്ളതാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്ക്. എന്തായാലും നമുക്ക്, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ സോഷ്യൽ സൈക്കോളജി പഠിക്കുമ്പോൾ സോഷ്യൽ സൈക്കോളജിയിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാരുടെ പേരുണ്ട് പഠിക്കാൻ, കുറേ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അറിയണതായിരിക്കും, ഒരുപാട് ആൾക്കാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻസും പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന, എൻട്രൻസിന് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഒരു പേപ്പറോ അല്ലെങ്കിൽ ബാക്കിൽ ഒരു പേജോ നിങ്ങൾ അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക. ഓതേഴ്സ് എന്നാണ് ഞാൻ പറയുന്നത്, ഈ ആൾക്കാരെ കുറിച്ച് എഴുതാൻ വേണ്ടി മാത്രം നിങ്ങൾ വേറൊരു പേജോ അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഇനിയിപ്പോ അതിൽ തന്നെ ഒരു A4 ഷീറ്റോ എന്തെങ്കിലും ഒന്ന് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ, ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ആരെയാണ്? ഗോർഡൻ ആൽപോർട്ടിനെ കുറിച്ച് പഠിച്ചു അല്ലെ, അയാളുടെ ഡെഫിനിഷനെ കുറിച്ച് പഠിച്ചു. അയാളുടെ ഡെഫിനിഷൻ ഒന്നും അങ്ങനെ എഴുതി വെക്കൊന്നും വേണ്ട, ഗോർഡൻ ആൽപോർട്ട് എന്നുള്ളതൊന്നും എഴുതി വെക്കുക, അയാൾ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ തന്നു എന്നുള്ള പോലെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ബാരൻ ആൻഡ് ബൈറനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ട്രിപ്ലെറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മളിങ്ങനെ ഓരോ ആൾക്കാരെ കുറിച്ച് പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അയാളുടെ പേര് എഴുതുക, ദെൻ എന്ത് ചെയ്യുക, ഒരു കോൺട്രിബ്യൂഷനും എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ എക്സാമിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ, എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോഴേ അത് സ്റ്റാർട്ട് ചെയ്തു, ലാസ്റ്റ് നോക്കണ്ട, ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ട്രിപ്പിലെറ്റ് എന്ന് എഴുതിക്കോ, നമ്മൾ ഗോർഡൻ ആൽപോർട്ടും ബാരനും ദെൻ ട്രിപ്പിലെറ്റ് എന്ന് എഴുതുക കേട്ടോ. അയാളുടെ എക്സ്പെരിമെന്റോ അയാളുടെ എന്താണോ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഒരു ഹൈഫൺ ഇട്ടിട്ട് അതിന്റെ അപ്പുറത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് പോകുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എനിക്കൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. സോ നമുക്ക് ട്രിപ്ലെറ്റിലോട്ട് മൂവ് ചെയ്യാം. ട്രിപ്ലെറ്റ് കണ്ടക്റ്റഡ് ദ ഏർലിയസ്റ്റ് സോഷ്യൽ സൈക്കോളജി എക്സ്പെരിമെന്റ്സ് ഓൺ ഗ്രൂപ്പ് ബിഹേവിയർ. ഗ്രൂപ്പ് ബിഹേവിയറിലുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള ആളാണ് ഏർലിയസ്റ്റ് ആയിട്ട് കേട്ടോ. ആദ്യം തന്നെ നടത്തി, പിന്നെ ഒരുപാട് എക്സ്പെരിമെന്റുകൾ വന്നിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് ബിഫോർ 1900 അല്ലെങ്കിൽ 1900 മുമ്പ് തന്നെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ് ട്രിപ്ലെറ്റ് എക്സ്പെരിമെന്റ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഗ്രൂപ്പ് ബിഹേവിയറിൽ. അയാൾ എന്താ ചെയ്തത്? ട്രിപ്ലെറ്റിന്റെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ഇവിടെ ഒരു സൈക്കിളിന്റെ ഒരു ഇതറിയോ നിങ്ങൾക്ക്? എക്സ്പെരിമെന്റ് അറിയോ? ട്രിപ്ലെറ്റിന്റെ, നോർമൻ ട്രിപ്ലെറ്റിന്റെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു എന്ന് അറിയോ? ആർക്കെങ്കിലും അറിയോ? സൈക്കിളാണ്, ഞാനൊരു ഹിന്റ് തരാം, ഒരു സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. നോ മാം. നോ, ഓക്കെ, എന്നാ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ നോർമൻ ട്രിപ്ലെറ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൻ ട്രിപ്ലെറ്റ് എന്നാണ് കേട്ടോ അയാളുടെ പേര്. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം കുറച്ചു ആൾക്കാരെയും കൊണ്ട് സൈക്കിൾ, ഇത് എന്താ പറയാ, സൈക്കിൾ ഓടിപ്പിച്ചു. ഓക്കെ, ഒരു മത്സരം നടത്തി. എന്നിട്ട് അവരുടെ എത്രത്തോളം ടൈം അവരെടുത്തു, അത് ഫിനിഷ് ചെയ്യാൻ എത്ര ടൈം എടുത്തു, അല്ലെങ്കിൽ ആരാണ് അതിൽ ഫസ്റ്റ് എത്തിയത് എന്നുള്ള രീതിയിൽ അവര് എന്ത് ചെയ്തു, എക്സ്പെരിമെന്റ് നടത്തി. ഒരു ടൈമും കണക്കൊക്കെ എടുത്തു. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, മറ്റുള്ളവരുടെ പ്രസൻസിൽ എങ്ങനെയാണെന്നുള്ളതും കൂടെ ടൈം എടുത്തു. ഓക്കെ, അപ്പോ ആൾക്ക് എന്ത് മനസ്സിലായി? മറ്റുള്ളവരുടെ പ്രസൻസ് വരുമ്പോ നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ആയിട്ട് അവർക്ക് തോന്നി. ഓക്കെ, അതായത് ഓരോരുത്തരും ഒറ്റക്ക് സൈക്കിൾ ഓടിപ്പിച്ചു, പിന്നെ മറ്റുള്ളവരുടെ പ്രസൻസിൽ സൈക്കിൾ ഓടിപ്പിച്ചു. അപ്പൊ അവരെന്താണ്, പ്രസൻസ് ഉണ്ടാവുമ്പോൾ അവരുടെ പെർഫോമൻസ് കൂടുന്നതായിട്ട് അവർ കണ്ടു. ഇതാണ് ട്രിപ്ലെറ്റ്, നോർമൻ ട്രിപ്ലെറ്റിന്റെ ബൈസിക്കിൾ എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ബൈസിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നോർമൻ ട്രിപ്ലെറ്റ് ആണ്.
ഇനി നമ്മളത് പഠിക്കും. സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്റ്റ് എന്നാണ് അയാൾ അതിന് പേര് കൊണ്ടുവന്നത്. സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട്. ഇപ്പൊ നോർമൽ ട്രിപ്ലെറ്റ്, സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട് ഒന്ന് എഴുതിക്കാൻ ഞാൻ നിങ്ങൾക്ക് കമന്റ് ബോക്സ് എഴുതി തരാം. നോർമൽ ട്രിപ്ലെറ്റ് നമുക്ക് ഇങ്ങനെ എഴുതി എഴുതി പോണട്ടോ, എങ്കിലേ ഉള്ളൂ ശരിയാവുക. സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട്. ചാറ്റ് ബോക്സ് നോക്കൂ, ഞാൻ എഴുതിയിട്ടുണ്ട്. സോ എഴുതി വെച്ചോ, നോർമൽ ട്രിപ്ലെറ്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട്. സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട് എന്താ ഇത്രേ ഉള്ളൂ, മറ്റുള്ളവരുടെ പ്രസൻസിൽ നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട് എന്ന് പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യാം. അയ്യോ സോറി, ക്ലിയർ ആണോ? ഓക്കെ, സോ 1908 എന്തുണ്ടായത്? ഫസ്റ്റ് സോഷ്യൽ സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ ആരാണ് പബ്ലിഷ് ചെയ്തേ? MC ഡോഗൽ ആൻഡ് റോസ്. ഓക്കെ, MC ഡോഗലും റോസും ഫസ്റ്റ് സോഷ്യൽ സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ എഴുതിക്കോ, MC ഡോഗൽ ആൻഡ് റോസ് എന്ന് എഴുതുക, ഹൈഫൺ ഇടുക, ഫസ്റ്റ് സോഷ്യൽ സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് എന്ന് എഴുതുക. അപ്പൊ അയാളുടെ കോൺട്രിബ്യൂഷൻ മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിന് എന്ത് ക്വസ്റ്റ്യൻ വരാം? നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് എന്ത് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം? ആരാണ് ബൈസിക്കിൾ എക്സ്പെരിമെന്റ് നടത്തിയത് എന്ന് വരാം, അല്ലെങ്കിൽ സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞത് ആരാന്ന് വരാം, അല്ലെങ്കിൽ ട്രിപ്ലെറ്റ് കൊണ്ടുവന്ന എക്സ്പെരിമെന്റ് ഏതാന്ന് വരാം. അല്ലെ, 3 ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ അന്ന് പഠിച്ചു. അപ്പൊ ഇങ്ങനെ വേണം പഠിക്കാൻ. നിങ്ങൾ ഓരോ സെന്റൻസ് പഠിക്കുമ്പോഴും അതിന്ന് വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഓക്കെ, ദെൻ രണ്ടാമത്തിലോട്ട് വരികയാണെങ്കിലോ, MC ഡോഗൽ ആൻഡ് റോസിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് സോഷ്യൽ സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്തത് ആരാണ്? അല്ലെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നോട്ടെ, MC ഡോഗൽ ആൻഡ് റോസ് നമുക്ക് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഫ്ലോയിഡ് ആൽപോർട്ടിന്റെ സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ ക്ലിയർ അല്ലേ ഫസ്റ്റ് രണ്ടെണ്ണം? യെസ് ഓർ നോ പറയൂ, യെസ് ഓർ നോ പറയൂ. ഓക്കെ, സോ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. 1924 അല്ലേ? ആരാണ്? ഫ്ലോയിഡ് ആൽപോർട്ട്. ആരെ കുറിച്ചാ പറയണത്? ഫ്ലോയിഡ് ആൽപോർട്ട്. ഫ്ലോയിഡ് ആൽപോർട്ട് എന്താ ചെയ്തത്? സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട് ആൻഡ് എംഫസൈസ്ഡ് ദ വാല്യൂ എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട് ഫ്ലോയിഡ് ആൽപോർട്ട് ആണോ കൊണ്ടുവന്നത്? നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ആണോ? നിങ്ങൾക്കറിയോ? സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട് നോർമൽ ട്രിപ്ലെറ്റ് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ ഒരു മിസ്റ്റേക്കലി സംഭവിച്ചതാണ്. ഓക്കെ, സോ ഫ്ലോയിഡ് ആൽപോർട്ട് ചെയ്ത കാര്യം എന്താണ്? എംഫസൈസ് ദ വാല്യൂ എക്സ്പെരിമെന്റേഷൻ. എക്സ്പെരിമെന്റേഷനിൽ, അതായത് സോഷ്യൽ സൈക്കോളജിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? എക്സ്പെരിമെന്റ്സ് തന്നെയാണ് അല്ലെ? എക്സ്പെരിമെന്റ്സ് വഴി മാത്രമുള്ളൂ നമുക്ക് സോഷ്യൽ സൈക്കോളജിയിൽ എന്തും കൊണ്ടുവരാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഒരാൾ ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരാളുടെ തോട്ട്, എങ്ങനെയാണ് ഒരാളുടെ ഫീലിങ്സ് എന്നുള്ളതൊക്കെ നമുക്ക് കുറെ എക്സ്പെരിമെന്റ്സ് വഴിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെരിമെന്റേഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് നല്ല വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഫ്ലോയിഡ് ആൽപോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് ഫ്ലോയിഡ് ആൽപോർട്ടിനെ കുറിച്ച് ഇനി അഗെയിൻ നമ്മൾ ഡീപ്പ് ലെവലിൽ പഠിക്കുമ്പോൾ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ 1935 ഷെരീഫ് സ്റ്റഡിഡ് ഓൺ സോഷ്യൽ നോംസ് ആൻഡ് കൺഫർമിറ്റി. ഹു ഈസ് ഷെരീഫ്? ആരാണ് ഷെരീഫ്? ഷെരീഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഷെരീഫിന്റെ ഫുൾ ഫോം എന്താ? ഫുൾ നെയിം എന്താ അറിയോ? ഷെരീഫ്. മുസാഫർ ഷെരീഫ്. വെരി ഗുഡ്, മുസഫർ ഷെരീഫ് അല്ലെ? മുസഫർ ഷെരീഫ് ആണ് ഇദ്ദേഹം. ഇയാൾ എന്തിനെ കുറിച്ചിട്ടാ പറഞ്ഞത്? സോഷ്യൽ നോംസ് ആൻഡ് കൺഫർമിറ്റി. സോഷ്യൽ നോംസിനെയും കൺഫർമിറ്റി. അപ്പൊ എഴുതിക്കോ, മുസഫർ ഷെരീഫ് ഹൈഫൺ സോഷ്യൽ നോംസ് ആൻഡ് കൺഫർമിറ്റി. മൂപ്പര് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുള്ളത് അതിലാണ് കേട്ടോ. സോഷ്യൽ നോംസിലും കൺഫർമിറ്റിയിലും ഒക്കെ ഇദ്ദേഹം ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്.
ഏതാണെന്നൊരു ഐഡിയ ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെരിമെന്റ്, കൺഫർമിറ്റിന്റെ ഒരു എക്സ്പെരിമെന്റ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സോളമൻ ആഷിന്റെ എക്സ്പെരിമെന്റ് ആണോ? സോളോമൻ ആഷ് എക്സ്പെരിമെന്റ് അത് ആഷ് കൊണ്ടുവന്നതല്ലേ? അയ്യോ, ഒരു റോബേർട്സ് കേവ് എക്സ്പെരിമെന്റ് ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. റോബേർട്സ് കേവ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, സോ നമുക്കത് എന്തായാലും നമ്മൾ ഡെപ്ത് ലെവലിൽ പോകുമ്പോൾ പഠിക്കാം കേട്ടോ. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ എഴുതി വെക്ക്, മുസഫർ ഷെരീഫിന്റെ കൺഫർമിറ്റി ആൻഡ് നൗൺസ്, ഒരു ഹൈഫൺ ഇട്ടിട്ട് കേട്ടോ. ഓക്കെ, മാം സോ ഫ്ലോയിഡിന്റെ അവിടെ എന്താണ് എഴുതണ്ടേ? ഫ്ലോയിഡ് ആൽപോർട്ടിനെ കുറിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഇതിലൊന്നും എഴുതണ്ട. നമ്മൾ ഇനി എന്തായാലും നെക്സ്റ്റ് ഇതിൽ പഠിക്കും. നെക്സ്റ്റ് സ്ലൈഡുകളിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ പഠിക്കും കേട്ടോ. ഇത് സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട് എന്നുള്ളത് റോങ് ആണ്, അത് എഴുതല്ലേ. അദ്ദേഹം കൂടുതൽ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് എംഫസൈസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അത് നമുക്കൊരു പോയിന്റ് ആക്കിയിട്ട് എഴുതാനില്ല. സോ അത് എഴുതണ്ട. ഓക്കെ, മുസഫർ ഷെരീഫിനെ കുറിച്ച് എഴുതിക്കോ. മുസഫർ ഷെരീഫ്, സോഷ്യൽ നോംസ്, കൺഫർമിറ്റി, ഇതിലൊക്കെ കൂടുതലായിട്ട് അദ്ദേഹം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ആരാണ്? കേർട്ട് ലെവിൻ അല്ലെ. 1939 കേർട്ട് ലെവിൻ et al. Studied on leadership and related group processes. അദ്ദേഹം കൂടുതൽ സോഷ്യൽ സൈക്കോളജിയിൽ കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? എന്തായിരുന്നു പറയൂ, ഇതിൽ തന്നെ ഉണ്ട്. ലീഡർഷിപ്പിനെ കുറിച്ചിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അയാൾ ലീഡർഷിപ്പിനും ഗ്രൂപ്പ് പ്രോസസ്, ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പോവുക എന്നുള്ളതൊക്കെ അനീറ്റാര റോബേർട്സ് കേവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വെരി ഗുഡ്. ഓക്കെ, സോ അത്രയാണ്. നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്താലോ. ഹിസ്റ്ററിയിൽ ഇത്രയാണ് പറയണത്. നിങ്ങളിപ്പോ ഇതിനെ വല്ലാണ്ട് സ്ട്രെസ് കൊടുക്കേണ്ട, കാരണം നമ്മൾ ഇനി കുറേ ആൾക്കാരെ പേര് പഠിക്കാൻ പോകുന്നുണ്ട്. ഈ ആൾക്കാരെ ഇനി നമ്മൾ വീണ്ടും പഠിക്കാൻ പോകുന്നുണ്ട്, നല്ല വൃത്തിക്ക് പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. സോ ട്രിപ്ലെറ്റ് എന്ത് ചെയ്തു? ബൈസിക്കിൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു അല്ലെ, അല്ലെങ്കിൽ സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്റ്റിനെ കുറിച്ചിട്ട് കൊണ്ടുവന്നത് ആരാണ്? ട്രിപ്ലെറ്റ് ആണ്, നോർമൻ ട്രിപ്ലെറ്റ്. നോർമൻ ട്രിപ്ലെറ്റിന്റെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? നമ്മൾ സൈക്കിൾ ഓടിപ്പിക്കും. അപ്പോ അയാളുടെ ടൈമും സ്പീഡും അയാളുടെ പെർഫോമൻസും എങ്ങനെയാ നോക്കും. ആൻഡ് എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ പ്രസൻസിൽ അയാളുടെ പെർഫോമൻസ് എങ്ങനെയാന്നുള്ളത് നോക്കും. അപ്പോ എന്ത് കണ്ടു? മറ്റുള്ളവരുടെ പ്രസൻസിൽ നല്ല പെർഫോമൻസ് നമുക്ക് ഇയാളുടെ കാണാൻ പറ്റും. അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ബൈസിക്കിൾ എക്സ്പെരിമെന്റ്. അതിനെ സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്ട് എന്നാണ് വിളിച്ചത്. ദെൻ നമ്മൾ ഫസ്റ്റ് സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്തത് ആരാണ്? MC ഡോഗ്ലൻ ആൻഡ് റോസ് ആണ് എന്ന് പറഞ്ഞു അല്ലെ. ദെൻ ഫ്ലോയിഡ് ആൽപോർട്ട് ഒരുപാട് എക്സ്പെരിമെന്റിന് വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്, പക്ഷെ അത് നമ്മളിപ്പോ ഒന്ന് നോട്ട് ചെയ്യണ്ട. ദെൻ നമ്മൾ മുസഫർ ഷെരീഫിലോട്ട് വന്നു. മുസഫർ ഷെരീഫ് എന്താണ്? സോഷ്യൽ നോംസ് ആൻഡ് കൺഫർമിറ്റിയിലൊക്കെ ഒരുപാട് സ്റ്റഡികൾ നടത്തി, ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്. ദെൻ കേർട്ട് ലെവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ലീഡർഷിപ്പിലും അതുപോലെ ഗ്രൂപ്പ് പ്രോസസ്സിലൊക്കെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിലാരും അധികം സ്ട്രെസ് ആവണ്ട. നിങ്ങൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. ക്ലിയർ? എഴുതി വെച്ചിട്ടുണ്ടോ? നമുക്കൊരു ഓക്കെ, സോ നമുക്ക് ആറ്റിറ്റ്യൂഡും കൂടെ എന്താ നോക്കിയിട്ട് നമുക്ക് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമ്മൾ 1 hour ഉദ്ദേശിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പ് ലെവലിലോട്ട് പോകും കേട്ടോ. സോ ആറ്റിറ്റ്യൂഡ്, വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? What is attitude? Fit and ready for action. What is attitude? നിങ്ങൾ നമ്മളെന്നെ പറയാറില്ലേ, ഓ ഓനിക്ക് എന്തൊരു ആറ്റിറ്റ്യൂഡാ, അല്ലെങ്കിൽ ഓളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാലും മതി എന്നൊക്കെ പറയാറുണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മൾ പറയും, ഓ എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് തീരെ ഇഷ്ടമാവുന്നില്ല. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ആറ്റിറ്റ്യൂഡ്. ബട്ട് ആക്ച്വലി വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? Tell me. അശ്വന്ത് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയോ?
അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ എന്താണെന്ന്? ഒരാളുടെ ബിഹേവിയറിന് ഒരാളുടെ ബിഹേവിയറിന് പറയുന്ന പേരാണോ ആറ്റിറ്റ്യൂഡ്? ഏതായിരിക്കും കറക്റ്റ് ആണോ? ഒരാളുടെ ബിഹേവിയറിന് നമ്മൾ എന്തോ ചെയ്യും, അതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ബിഹേവിയറിനെ അല്ല, ഒരാളുടെ ഒരു ഇതിനെ. നോക്കാം, എന്താ നോക്കാം അല്ലെ? ആർക്കെങ്കിലും ഇനി ഒരാൾക്കും കൂടി പറയണോ? Ma'am, attitude, predispositions involving thoughts, feelings, and disposition of others. ഓക്കെ, അങ്ങനെ പറയാം. പിന്നെയോ? നമുക്ക് നോക്കാം എന്താ നോക്കാം അല്ലെ? സോ ആറ്റിറ്റ്യൂഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ലേൺഡ് ഗ്ലോബൽ ഇവാലുവേഷൻ. ആ ഒരു വേർഡിനെ നമ്മൾ ഒന്നും കൂടെ അണ്ടർലൈൻ ചെയ്യണം. ഇവാലുവേഷൻ. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം ഒരാളെ. നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാന്ന് പറയണ്ട, ഇവാലുവേറ്റ് ചെയ്യാണ് ഓഫ് എ പേഴ്സൺ. ഒരാളെ ആവാം, ഒബ്ജക്റ്റ് ഒരു വസ്തുവിനെ ആവാം, ഒരു പ്ലേസ് ഓർ ഇഷ്യൂ ദാറ്റ് ഇൻഫ്ലുവൻസ് തോട്ട് ആൻഡ് ആക്ഷൻ. അപ്പൊ നമ്മുടെ തോട്ടിനെയും നമ്മുടെ ആക്ഷനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ ഒരു പേഴ്സണെ കുറിച്ചോ ഒരു പ്ലേസിനെ കുറിച്ചിട്ടോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, ആരാ പറഞ്ഞത്? പെർലോഫ് ആറം. ഇത്രേ ഉള്ളൂ. നമ്മൾ പറയാറില്ലേ, ഇപ്പൊ ഞാൻ പറയാറുണ്ട്, ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, ഓക്കെ നിങ്ങൾക്ക് ലവ് മാരേജിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ഇവാലുവേഷൻ എന്താന്നുള്ളതാണ്. നിങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു? മേ ബി അത് നെഗറ്റീവ്ലി ആവാം, പോസിറ്റീവ്ലി ആവാം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിച്ച്. ഇനിയിപ്പോ ഒരു പേഴ്സണെ കുറിച്ച് പറയാം. പിന്നെ നിനക്ക് അയാളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താ അല്ലെ? ആ ഒരു സാറില്ലേ, ആ സാറിനോടുള്ള ആറ്റിറ്റ്യൂഡ് നിനക്ക് എന്താ അല്ലെ? സാറിന് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താ? അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇവാലുവേഷൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഈ ഒരു ഒബ്ജക്റ്റിനോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ, അല്ലെങ്കിൽ ആ സ്ഥലത്തിനോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഇവാലുവേഷൻ? നമ്മൾ എന്താ അതിനെ മറ്റേ വിലയിരുത്തുക അല്ലെ? ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക എന്നുള്ളതാണ്. അപ്പൊ നീ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ആറ്റിറ്റ്യൂഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ലേൺഡ് ഗ്ലോബൽ ഇവാലുവേഷൻ. നമ്മൾ ഗ്ലോബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ലേൺ ചെയ്തിട്ടുള്ള ഒരു വിലയിരുത്തലായിരിക്കാം. ആരോട്? ഓഫ് എ പേഴ്സൺ, ഒരാളെ ആവാം, ഒബ്ജക്റ്റിനോടാവാം, പ്ലേസിനോടാവാം, ഒരു ഇഷ്യൂ, ഏതെങ്കിലും ഒരു ഇഷ്യൂവിനോടായിരിക്കാം. ദാറ്റ് ഇൻഫ്ലുവൻസ് തോട്ട് ആൻഡ് ആക്ഷൻ. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആക്ഷനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കുറിച്ചോ ഒബ്ജക്റ്റിനെ കുറിച്ചോ പ്ലേസിനെ കുറിച്ചിട്ടോ ഉള്ള നമ്മുടെ ഒരു വിലയിരുത്തൽ, അതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു വിലയിരുത്തൽ, ഇവാലുവേഷൻ. ആ ഒരു വേർഡിനെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ്, ഞാൻ കൂടുതൽ ഇത് ഇങ്ങനെ കാണാതെ പഠിക്കണ്ടല്ലോ, നമുക്ക് ഡെഫിനിഷൻസ് ഒന്നും കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കാരണം ഒരിക്കലും നമുക്ക് ഡിസ്ക്രിപ്റ്റീവ്ലി ഡെഫിനിഷൻ എഴുതാനൊന്നും വരില്ല. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെ കുറിച്ചിട്ട് പറയാത്തത്. കൺസെപ്റ്റ് ക്ലിയർ ആണോ എന്നുള്ളത് മനസ്സിൽ ചെയ്താൽ മതി കേട്ടോ. കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പറയാം. സോ ഒന്നും കൂടെ ഞാൻ പറയാണ്, ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ലേൺഡ് ഗ്ലോബൽ ഇവാലുവേഷൻ. ഗ്ലോബൽ ആയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഓഫ് എ പേഴ്സൺ, ഒരാളെ കുറിച്ചോ ഒബ്ജക്റ്റ് ഒരു വസ്തുവിനെ കുറിച്ചോ പ്ലേസ് ഒരു സ്ഥലത്തെ കുറിച്ചോ ഒരു ഇഷ്യൂ ഏതെങ്കിലും ഒരു സംഭവത്തെ കുറിച്ചോ ദാറ്റ് ഇൻഫ്ലുവൻസ് തോട്ട് ആൻഡ് ആക്ഷൻ. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആക്ഷനുകളെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും കൂടി ആവണം ഇവയൊക്കെ. നമ്മൾ ആലോചിക്കാത്ത, നമ്മൾ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് ചോദിക്കോ? ഇല്ല അല്ലെ? നമുക്ക് എപ്പോഴും നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവണം. മേ ബി നെഗറ്റീവ്ലി ആവാം അല്ലെങ്കിൽ പോസിറ്റീവ്ലി ആവാം. ആറ്റിറ്റ്യൂഡ് ഒരിക്കലും പോസിറ്റീവ്ലി തന്നെ ആവണം എന്നില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ എന്നാ നെക്സ്റ്റ് ഡെഫിനിഷനിലേക്ക് പോവാണ്. ബെംഡിയുടെ ഡെഫിനിഷൻ ആണ്, ആറ്റിറ്റ്യൂഡ്സ് ആർ ബേസിക് എക്സ്പ്രഷൻസ് ഓഫ് അപ്രൂവൽ ഓർ ഡിസപ്രൂവൽ. വാവ്, ഇയാളുടെ ഡെഫിനിഷൻ ഒന്നും കൂടെ സിമ്പിൾ ആയി അല്ലേ?
ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് എക്സ്പ്രഷൻ ആണ്, ഒരു മനുഷ്യന്റെ ഒരു എക്സ്പ്രഷൻ ആണ് ഓഫ് അപ്രൂവൽ. ഒന്നുകിൽ അത് അപ്രൂവ് ചെയ്തതാവാം, ഓർ ഡിസപ്രൂവൽ, ഒന്നുകിൽ അതിനെ അംഗീകരിച്ചിട്ടില്ലാത്തതാവാം, അല്ലെങ്കിൽ ഫേവറബിലിറ്റി ഓർ അൺഫേവറബിലിറ്റി, അല്ലെ? ഓർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെടാത്തതോ, ഫേവറബിൾ ആയിട്ടുള്ളതോ അൺഫേവറബിൾ ആയിട്ടുള്ളതോ, ഡിസപ്രൂവൽ ആയിട്ടുള്ളതോ അപ്രൂവൽ ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, അതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഒരു എക്സ്പ്രഷൻ ആണ്. ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിനോട് കുറച്ചും കൂടെ ഫേവറബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇതിനോട് ഒരു ഫേവറബിലിറ്റി ഇല്ല എന്നുള്ള ഒരു രീതിയിലുള്ള നമ്മുടെ എക്സ്പ്രഷൻ ആണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ LGBTQ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ലെസ്ബിയൻ, ഗേ, അല്ലെങ്കിൽ ഹോമോസെക്ഷാലിറ്റി. ഇതിനോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് ചോദിക്കുമ്പോൾ മേ ബി അത് അപ്രൂവൽ ആയിരിക്കാം, ഒരു ഡിസപ്രൂവൽ ആയിരിക്കാം, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ് ഇയാളെ കുറിച്ച്, അല്ലെങ്കിൽ നരേന്ദ്രമോദി, അല്ലെങ്കിൽ പിണറായി വിജയൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലിം ആക്ട്രസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അയാളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേവറബിൾ ആവാം, അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ളതായിരിക്കാം, ലൈക്സ് ആവാം, ഡിസ്ലൈക്സ് ആവാം, അല്ലെ? സോ നമ്മുടെയൊക്കെ ഒരു ബേസിക് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഇവാലുവേഷൻ, വിലയിരുത്തലുകളാണ് ആക്ച്വലി ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണ്ട, കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. സോ നമ്മളോട് ചോദിക്കുകയാണ്, ഇത് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്നറിയോ? ബേസിക് എക്സ്പ്രഷൻ ഓഫ് അപ്രൂവൽ ഓർ ഡിസപ്രൂവൽ ഡാഷ് എന്ന് പറഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ എന്താണ് ബേസിക് എക്സ്പ്രഷന്റെ ഒരു വേറൊരു പേര്, അല്ലെങ്കിൽ അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് വരാം, ചിലപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വരാം, ചിലപ്പോ എന്താണ് പ്രെജുഡീസ് എന്ന് വരാം, സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റിഗ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആറ്റിറ്റ്യൂഡ് കുത്തണം. ഈ മാലത്തിൽ നിന്നാണെങ്കിലോ ഡാഷ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ലേൺഡ് ഗ്ലോബൽ ഇവാലുവേഷൻ ഓഫ് എ പേഴ്സൺ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആറ്റിറ്റ്യൂഡ് എന്ന് എഴുതാം. അപ്പൊ അതൊന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ആണ്, ഇറ്റ് ക്യാൻ ബി സിംപ്ലി സെഡ് ആസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇവാലുവേഷൻ ഓഫ് ഒബ്ജക്ട് ഓർ തോട്ട്സ്. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ രണ്ട് ഡെഫിനിഷനിൽ നിന്നും കൂടെ നമ്മൾ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളോട് ഇനി ആരെങ്കിലും ആറ്റിറ്റ്യൂഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണത്രേ ഉള്ളൂ, ഒരു പോസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടോ ഉള്ള ഒരു ഇവാലുവേഷൻ ഓഫ് ഒബ്ജക്ട് ഓർ തോട്ട്സ്. ഓക്കെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലുകളെയാണ് നമ്മൾ എന്ത് പറയാ? ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. നമ്മുടെ വിലയിരുത്തൽ കേട്ടോ, മറ്റുള്ളവരുടെ വിലയിരുത്തൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത്. ക്ലിയർ ആണോ? സോ ഇന്ന് ആറ്റിറ്റ്യൂഡ് മതി. നമ്മൾ 3 കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓടിച്ച് പറയാം. സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് പഠിച്ചു അല്ലെ? സോഷ്യൽ സൈക്കോളജി എന്തായിരുന്നു? സയന്റിഫിക് ഫീൽഡ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണേ, നമ്മുടെ തോട്ട് എങ്ങനെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ നേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു സയന്റിഫിക് ഫീൽഡ് ആണ് എന്ത്? സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് സോഷ്യൽ സൈക്കോളജിയിലോട്ട് വന്നപ്പോൾ നമ്മൾ ട്രിപ്ലെറ്റിനെ കുറിച്ച് പഠിച്ചു. MC ഡോഗൽ ആൻഡ് റോസ് ഫസ്റ്റ് സോഷ്യൽ സൈക്കോളജി ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്തു എന്ന് പഠിച്ചു. ദെൻ ഫ്ലോയിഡ് ആൽപോർട്ടിനെ കുറിച്ച് പഠിച്ചു. ദെൻ മുസഫർ ഷെരീഫിന്റെ നോംസ് ആൻഡ് കൺഫർമിറ്റിയിൽ അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ടെന്ന് പഠിച്ചു. കേർട്ട് ലെവിൻ ലീഡർഷിപ്പിൽ കുറെ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പഠിച്ചു അല്ലെ? ദെൻ നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്താന്നുള്ളത് നോക്കി. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇവാലുവേഷൻ. പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ മേ ബി ഓഫ് എ പേഴ്സൺ, ഒബ്ജക്ട്, പ്ലേസ്, ഇഷ്യൂ, അങ്ങനെ എന്തെങ്കിലും ആവാം. ഒരു സ്ഥലത്തിനോടോ ഒരാളോടോ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനോടോ നമുക്ക് തോന്നുന്ന വിലയിരുത്തലുകളാണ് ആറ്റിറ്റ്യൂഡ്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. ഈ എന്റെ ടീച്ചിങ് സ്റ്റൈൽ മാറ്റണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ മിസ്സേ അങ്ങനെ ചെയ്താൽ ഒന്നും കൂടെ ബെറ്റർ ആവും, അങ്ങനെ എന്തെങ്കിലും സജഷൻസോ എന്തുണ്ടെങ്കിലും ഇപ്പൊ പറ. ഇപ്പൊ മാത്രല്ല ഞാൻ പറയാം, ഇപ്പൊ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. സജഷൻസ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം കേട്ടോ. ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചോളൂ.
ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു 8 minutes അല്ലെങ്കിൽ 7 minutes നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ടെൽ മീ. പറയൂ. പേടി തോന്നുന്നുണ്ടോ എൻട്രൻസ് കോച്ചിങ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സോഷ്യൽ സൈക്കോളജി ഒക്കെ ഭയങ്കര സിമ്പിളാ. നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. നല്ല രസമാണ് പഠിക്കാൻ. കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം നമുക്ക്. അതൊരു തുടക്കമാണ്, അതുകൊണ്ടാ കേട്ടോ. നമ്മൾ കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോഷ്യൽ സൈക്കോളജി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നോക്കട്ടെ. അതിനെങ്കിലും ഒന്ന് റിപ്ലൈ തായോ. ഞാൻ ആരോടാ ചോദിക്കണേ? നമുക്കൊരു യെസ് ഓർ നോ പറ. സോഷ്യൽ സൈക്കോളജി ഇഷ്ടാണോ അല്ലയോ? യെസ് ഓർ നോ? Yes, ma'am. യെസ്. Ma'am. ഓക്കെ. സോ നോ, ഹേമക്ക് ഇഷ്ടമല്ല. വൈ ഹേമ? കുറെ എക്സ്പെരിമെന്റ്സും കുറെ ആൾക്കാരെയും കുറിച്ച് പഠിക്കാനുള്ളതുകൊണ്ടാ? ഓക്കെ, അത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു സെപ്പറേറ്റ് ഒരു പേജിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് വൃത്തിയിൽ പഠിക്കാം കേട്ടോ. ദെൻ എക്സ്പെരിമെന്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഒന്നും കൂടെ വൃത്തിയാവും. എക്സ്പെരിമെന്റ്സ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കേ. ഡൗട്ട്സ് ഉണ്ടോ? യെസ് ഓർ നോ പറ. നോ. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ പോരട്ടെ. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ ഒന്ന് പറ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മിസ്സിനെ മാറ്റാലോ. അതിന് വേണ്ടിയിട്ടാ. നമുക്ക് നല്ല മിസ്സിനെ വെച്ചുതരാം. ഓക്കെ, സോ നമുക്ക് ഫീഡ്ബാക്ക് ഒന്നും പറയാനായിട്ടില്ല അല്ലേ? ഓക്കെ, 2-3 ക്ലാസ്സും കൂടെ ഒന്ന് ഇരുന്ന് നോക്ക്. നമുക്ക് എന്താന്നുള്ളത് പറയാം. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും വരണേ. ഫസ്റ്റ് ക്ലാസ്സിന്റെ ഇതൊക്കെ എല്ലാ ക്ലാസ്സിലും കാണണം. ഈ ഇന്നുണ്ടായിരുന്ന 30 ആൾക്കാരും നെക്സ്റ്റ് ക്ലാസ്സിലും ഉണ്ടാവണം കേട്ടോ. നിർത്തി പോകരുത്. ആ ഒരു മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യണേ. ഓക്കെ, അപ്പൊ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Ma'am. Thank you, ma'am. ഓക്കെ, താങ്ക് യു.